തെലങ്കാനയിൽ ഇത് അയാളുടെ കാലമാണ്. രേവന്ത് റെഡ്ഡി യുഗം. ആന്ധ്ര വിഭജനത്തോടെ തകർന്ന പാർട്ടിയെ തെലങ്കാനയിൽ അധികാരത്തിലെത്തിച്ച റെഡ്ഡിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ പ്രതീക്ഷ. തെലുങ്ക് മണ്ണിലെ അധികായനായിരുന്ന KCRന്റെ അവശേഷിക്കുന്ന കോട്ടകളും തകർക്കാനുള്ള പടപ്പുറപ്പാടിലാണ് അനമുല രേവന്ത് റെഡ്ഡി എന്ന കോൺഗ്രസിന്റെ RR. ഒൻപത് വർഷം മുമ്പ് ജയിലിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അന്ത്യം കാണുമെന്ന് K. ചന്ദ്രശേഖർ റാവുവിനെ വെല്ലുവിളിച്ച രേവന്ത് റെഡ്ഡി KCRനെ അപ്രസക്തനാക്കി ഇന്ന് തെലങ്കാനയുടെ മുഖ്യമന്ത്രി കസേരയിലാണ്. സംഘപരിവാറിലൂടെ എത്തി തെലുങ്ക് ദേശത്തിലൂടെ വളർന്ന് കോൺഗ്രസിലെത്തിയ രേവന്ത് റെഡ്ഡിയാണ് 9 വർഷത്തോളം ഉറങ്ങിക്കിടന്ന പാർട്ടിക്ക് പുതുജീവൻ നൽകി കൈപിടിച്ചുയർത്തിയത്, അധികാരത്തിലെത്തിച്ചത്. സംസ്ഥാനത്തെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ 14 എണ്ണത്തിലും വിജയിക്കുമെന്നാണ് റെഡ്ഡിയുടെ ഉറപ്പ്. തെലങ്കാനയിൽ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 6 ഗ്യാരണ്ടികളിൽ 4 എണ്ണവും നടപ്പാക്കി. ഇതിനായി സർക്കാർ 53,196 കോടി രൂപയാണ് നീക്കിവെച്ചത്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രയും പാവപ്പെട്ടവർക്കുള്ള 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സുരക്ഷയും സൗജന്യ വൈദ്യുതിയും 500 രൂപയ്ക്കുള്ള ഗ്യാസ് സിലിണ്ടറും ഒക്കെ തെലങ്കാനയിൽ വൻ ഹിറ്റാണ്. ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവ സമയബന്ധിതമായി നടപ്പാക്കുകയും ചെയ്തതിലൂടെ രേവന്ത് റെഡ്ഡിക്ക് ജനങ്ങൾക്കിടയിൽ താരപരിവേഷമാണ്. സർക്കാരിന്റെ വിലയിരുത്തലാകും ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന രേവന്ത് റെഡ്ഡിയുടെ പ്രസ്താവനയിലെ ആത്മവിശ്വാസവും ഇതുതന്നെ. ഒരു കാലത്ത് തെലങ്കാന അടക്കി ഭരിച്ച K. ചന്ദ്രശേഖർ റാവു ഇന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. തന്റെ വോട്ട് ബാങ്ക് BJP കയ്യേറാതിരിക്കാനുള്ള പെടാപ്പാടിലാണ് KCR. ദേശീയ രാഷ്ട്രീയ മോഹങ്ങളുമായി TRS BRS ആക്കി മാറ്റിയത് KCRന് കനത്ത തിരിച്ചടിയായി. ദേശീയ തലത്തിൽ നേതാവാകാൻ പോയ റാവുവിന് സംസ്ഥാനത്ത് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭരണം നഷ്ടമായതോടെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കും തുടങ്ങി. കോൺഗ്രസിലേക്കും BJPയിലേക്കും നേതാക്കൾ ചേക്കേറുന്നു. അഴിമതി ആരോപണങ്ങളും മകൾ കവിതയുടെ അറസ്റ്റും ഫോൺ ചോർത്തൽ വിവാദവുമൊക്കെ BRSന്റെ തകർച്ചയ്ക്ക് കാരണങ്ങളായി. BJP സ്ഥാനാർത്ഥി പട്ടികയിലെ 10ലധികം നേതാക്കൾ BRSൽ നിന്നുള്ളവരാണ്. മുൻ ഉപമുഖ്യമന്ത്രി K. ശ്രീഹരി അടക്കമുള്ളവർ ഇന്ന് കോൺഗ്രസിലുമാണ്. KCRനും BRSനും ഇത് ജീവൻ മരണ പോരാട്ടം. പാർട്ടി മൊത്തത്തിൽ BJPയിലേക്കും കോൺഗ്രസിലേക്കും ഒലിച്ചു പോകാതിരിക്കാനുള്ള അവസാനത്തെ അംഗം. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തെലങ്കാന. നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളാൽ സമ്പന്നമാണ് തെലങ്കാനയിലെ BJP പ്രചാരണ പരിപാടികൾ. 2019 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 17 സീറ്റിൽ BJP 4 സീറ്റ് നേടിയിരുന്നു. ഇത്തവണ 12 സീറ്റ് എന്ന ലക്ഷ്യവുമായാണ് BJP കരുനീക്കം നടത്തുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നും 50 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ തെലങ്കാന പ്രധാനമാണ്. ഒപ്പം BRSന്റെ പൊളിറ്റിക്കൽ സ്പേസിലേക്ക് കടന്നു കയറാനുള്ള ശ്രമവും. മെയ് 13-നാണ് തെലങ്കാനയിലെ വിധിയെഴുത്ത്. കോൺഗ്രസിനും BJPക്കും ഒരുപോലെ പ്രതീക്ഷകൾ. KCRനാകട്ടെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണവും. കോട്ടകൾ പിടിച്ചടക്കാൻ രേവന്ത് റെഡ്ഡിയും പഴയ പ്രതാപം വീണ്ടെടുക്കാൻ KCRും കൊമ്പുകോർക്കുമ്പോൾ തെലുങ്കന്റെ മണ്ണും മനസ്സും ആർക്കൊപ്പമെന്ന് കണ്ടറിയാം.